ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് വീഡിയോ ടോപ്പിക്ക് കണ്ട പോലെ തന്നെ ഈ വീട്ടിൽ ബാക്കി വരുന്ന ചോറ്, നമ്മളെ പച്ചക്കറി വേസ്റ്റ്, കഞ്ഞി, എന്തൊക്കെയാണ് ഫുഡ് വേസ്റ്റ് വരുന്നത് അത് മാത്രം കൊടുത്തിട്ട് നമുക്ക് കോഴിയെ വളർത്താൻ പറ്റുമെന്നാണ്. കുറേ മുമ്പ് നമുക്ക് വീഡിയോക്ക് താഴെ ഒരു കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചോറ് മാത്രം കൊടുത്തിട്ട് വളർത്താൻ പറ്റുമെന്നുള്ളത്. കുറേ ആൾക്കാർ പറയും പറ്റുമെന്ന്, പക്ഷേ കുറേ ആൾക്കാർ പറയും പറ്റൂലെന്ന്. അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടും. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഈ കോഴിക്ക് ഈ ആവശ്യമായ രീതിയിൽ വളർച്ചയ്ക്കും പിന്നെ മുട്ട ഉൽപ്പാദനത്തിനൊക്കെ ഇതുപോലെ തീറ്റ മതിയാവോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വീട്ടിലെ ഭക്ഷണം മാത്രം കൊടുത്താൽ എന്ത് സംഭവിക്കും, പിന്നെ എന്തൊക്കെ ഭക്ഷണം കൊടുക്കാം, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീട്ടിൽ കോഴിയെ വളർത്തുന്ന പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ കോഴിത്തീറ്റ വാങ്ങാതെ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, കാരണം ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, കോഴിത്തീറ്റക്കൊക്കെ റോക്കറ്റ് പോലെ വില കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ നമുക്ക് കോഴിത്തീറ്റ വാങ്ങാതെ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം മാത്രം കൊടുത്തിട്ട് വളർത്താൻ പറ്റുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 5-10 കോഴിയൊക്കെ വീട്ടിൽ വളർത്തുന്നവർക്ക് എന്താ പറയണ്ടേ, നമ്മൾ നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ പറമ്പത്തം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ കുറച്ച് ഫുഡ് വേസ്റ്റ് എന്തൊക്കെ കൊടുക്കുന്നത്, എന്തൊക്കെ ബാലൻസ് വരുന്നത് അതൊക്കെ കൊടുത്ത് വളർത്താം. നമ്മൾ പണ്ടത്തെ നാടൻ കോഴി വളർത്തുന്ന രീതിയാണ് പറയുന്നത്. പണ്ടൊന്നും ഈ മുട്ടത്തീറ്റയും കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കൊടുക്കില്ലല്ലോ. അതുപോലെ തന്നെ ഈ മുട്ടത്തീറ്റയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, എനർജി, കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റാമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ് അവർക്ക് വീടുന്ന എല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും. അവർ പറമ്പത്തിങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുമല്ലോ. ഈ പുഴുക്കൾ, പ്രാണികൾ, അവിടെയുള്ള എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ അവർ വാരി വലിച്ച് കഴിക്കും. അപ്പോൾ അവർക്ക് വേണ്ടുന്നെല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും. പക്ഷേ ഇന്നത്തെ രീതി എന്ന് പറയുന്നത് കുറേ മാറി. ഇപ്പം നമുക്ക് സ്ഥലപരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം കേജ് സിസ്റ്റത്തിലായിരിക്കും. പിന്നെ അതുപോലെ ചിലപ്പോൾ ചെറിയ രീതിയിൽ അയച്ചു വിട്ടിട്ടായിരിക്കും. പണ്ടത്തെ പോലെ എന്ന് പറയേണ്ട ആ ഒരു സെറ്റപ്പിൽ ഇന്നത്തെ വളർത്തൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പണ്ടത്തെ ഒരു അയച്ചു വിടുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ തുറന്നിട്ട് കഴിഞ്ഞാൽ കോഴികൾ അപ്പുറം ഇപ്പുറമെല്ലാം പോയിട്ട് വൈകുന്നേരമായിരിക്കും തിരിച്ചു വരിക. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയം ചിലപ്പോൾ വീട്ടിൻ്റെ അടുക്ക് വരും. അവർക്ക് ആ സമയം കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാലോ. അത് കണക്കായിട്ടായിരിക്കും അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇന്നത്തെ രീതിയിൽ നമ്മൾ വളർത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ചോറ് മാത്രം, നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് മാത്രം കൊടുത്ത് വളർത്തുന്നത് അത്ര നല്ല രീതിയല്ല. കാരണം ഇന്ന് അധികം നല്ല ഹൈബ്രിഡ് കോഴിയാണ്. നമ്മൾ BV380, കൈരളി, സൊണാലി, ഈ പറഞ്ഞ കോഴികളൊക്കെ നമുക്ക് എന്താ പറയണ്ടേ വളർത്തുമ്പോൾ നമ്മളെ മുട്ടത്തീറ്റയും കുറച്ച് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. BV380 ആണെങ്കിൽ മുട്ടത്തീറ്റ മാത്രം കൊടുത്ത് വളർത്തുക. കൈരളി, സൊണാലി അതുപോലെ തന്നെ നാടൻ കാറ്റഗറിപ്പെട്ട കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മളെ മുട്ടത്തീറ്റ മിക്സ് ആയി കഴിഞ്ഞാൽ തീറ്റ ചിലവ് ഒരു പരിധിവരെ നമുക്ക് കുറച്ചിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. BV380 ഞാൻ പറഞ്ഞില്ല, BV380 നമ്മൾ ഈ കാറ്റഗറിയിൽ നോക്കണ്ട. അവർക്ക് ഈ ഫുഡിൻ്റെ വേസ്റ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട ഉൽപ്പാദനം ഗണ്യമായ രീതിയിൽ കുറയും. അതിലൊരു തർക്കവും വേണ്ട. ഇപ്പം നമ്മൾ കൈരളി, സൊണാലി ഇതുപോലത്തെ നാടൻ കോഴി കാറ്റഗറിയിൽ പെടുന്ന ഗ്രാമശ്രീ അവരൊക്കെ അവസ്ഥ നോക്കാം. ഈ പറഞ്ഞ കോഴികൾ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ്, ഈ വരുന്ന ചോറ്, കഞ്ഞി, പച്ചക്കറി മാത്രം കൊടുക്കാണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുട്ടത്തീറ്റ ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു കോഴിക്ക് ഒരു ദിവസം നമ്മളൊരു 120 ഗ്രാമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 60 ഗ്രാം മുട്ടത്തീറ്റ, ഒരു 60 ഗ്രാം ആ ലെവലുള്ളത് പച്ചക്കറി വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എല്ലാം കൊടുക്കുക. പിന്നെ കുറേ ആൾക്കാർ ചോറ് മാത്രം കൊടുക്കുക. നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ വേസ്റ്റ് വരാൻ സാധ്യതയുണ്ടല്ലോ. ചോറ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് നെയ്ക്കിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതൽ എന്താ പറയണ്ടേ, കോഴികൾക്ക് പിന്നെ മുട്ടയിടുന്നതിന് അതിനൊക്കെ പ്രശ്നം വരും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ മുട്ടത്തീറ്റയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പ്രോട്ടീന്, കാൽസ്യം, വിറ്റാമിൻസ്, ഫോസ്ഫറസ്, അമിനോ ആസിഡ്, ഈ പറഞ്ഞ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ ഈ മുട്ടത്തീറ്റയിലുണ്ടാവും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, പരമാവധി കോഴികളെ വളരാത്ത പ്രശ്നം, മുട്ടയിടാത്ത പ്രശ്നം, അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു മുട്ടത്തീറ്റ കൊടുക്കുമ്പോൾ ഒഴിവായി കിട്ടും. നമ്മൾ നോർമലി ഈ ഫുഡ് വേസ്റ്റ് മാത്രം കൊടുക്കുമ്പോൾ കോഴി വളരും. പക്ഷേ വളർന്ന് ഏകദേശം ഒരു ഏജൊക്കെ എത്തുമ്പോൾ ഇവർക്ക് മുട്ടയിടണമെങ്കിൽ കാൽസ്യം നല്ല രീതിയിൽ വേണം. അപ്പോൾ ഈ ചോറിൻ്റെ അകത്തൊക്കെ നമുക്ക് ആവശ്യത്തിന് കാൽസ്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് മുട്ട ഉൽപ്പാദനത്തിന് അതിൻ്റെ ഷെല്ല് കാര്യങ്ങളൊക്കെ രൂപപ്പെടണമെങ്കിൽ കാൽസ്യം വേണം. അപ്പോൾ കോഴി ആ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടയിടൂല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞത് നെയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇത് നമ്മളെ കോഴി വളർത്തലിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി എടുത്ത് പറയും, നമ്മളെ മുട്ടക്കോഴി, നാടൻ കോഴി, പിന്നെ അതുപോലെ തന്നെ ബ്രോയിലർ കോഴി, ഇതിൻ്റെയൊക്കെ ഫീഡ് എന്ന് പറയുന്നത് ഒരേപോലെയല്ല. എല്ലാത്തിനും അതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ട്. എല്ലാം എന്ന് വെച്ചാൽ വ്യത്യാസമായിരിക്കും. കാരണം ബ്രോയിലർ കോഴിക്ക് കൊടുക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള തീറ്റയായിരിക്കും, അവർക്ക് ബോഡി വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുട്ടക്കോഴികൾക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ്, കാൽസ്യം അതൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള തീറ്റയായിരിക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും
മനസ്സിലാക്കിയിട്ട് വേണം ഈ കോഴി വളർത്തൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വീട്ടിലെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുൾ ടൈം ഭക്ഷണം വീട്ടിലെ ഫുഡ് വേസ്റ്റ് മാത്രം കൊടുക്കാണ്ട് നമ്മുടെ മുട്ടത്തീറ്റയും അതിൻ്റെ കൂടെ ഫുഡ് വേസ്റ്റും കൊടുത്തിട്ട് പച്ചക്കറി വേസ്റ്റ് എല്ലാം കൊടുത്തിട്ട് വളർത്താം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പം വരില്ല. അത് വളർത്തുമ്പോഴും കോഴിയുടെ ഏത് ഇനത്തിൽപ്പെട്ട കോഴിയാണ് എങ്ങനെയൊക്കെയാണ് അതിന് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ BV3 ഒരു വേറൊരു ഡയറ്റാണ്, നമ്മൾ നോർമൽ കൈരളി സൊണാലി ഗ്രാമശ്രീ എന്നത് വേറൊരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഏത് ബ്രീഡാണ് നമ്മൾ വളർത്തുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോവോ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അറിയാത്ത കാര്യമാണ്, നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.